സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 9 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്കൻ കർണാടകത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ ശക്തമായി തുടരാൻ കാരണം. അതേസമയം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം പ്രളയക്കെടുതി നേരിട്ടവർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനവും എടുക്കും. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം രജിത്തിലേക്കാണ്. രജിത്ത്, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 9 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. എന്താണ് മഴയുടെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്? എവിടേക്കാണ് ജാഗ്രത വേണ്ടത്? അശ്വതി, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർണാടകയ്ക്ക് മുകളിൽ, തെക്കൻ കർണാടകത്തിന് മുകളിലുള്ള ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ആ ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴ ലഭ്യമാക്കുന്നതിന് കാരണമായിരിക്കുന്നത്. ശക്തമായ മഴയിലേക്ക് പോകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്, ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് ഉള്ളത്. ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റെഡ് അലർട്ടിന് സമാനമായ മഴയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഇപ്പോൾ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കണക്കാക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ ഇന്ന് മറ്റ് ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മഞ്ഞ അലർട്ടാണ് ഉള്ളത്. എങ്കിൽ തന്നെ ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും കരുതി തന്നെ ഇരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എല്ലാ മുന്നറിയിപ്പുകളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വേണം ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ എന്ന നിർദ്ദേശം കൂടി തന്നിട്ടുണ്ട്. എന്തുതന്നെയായാലും വിനോദസഞ്ചാര മേഖലകളിലേക്കടക്കം യാത്രകൾ നിരോധിച്ചിട്ടുണ്ട്. ആ യാത്രാ നിരോധനം അടക്കം പാലിക്കാൻ ആളുകൾ തയ്യാറാകണമെന്ന ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ശക്തമായ മഴ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 25 പേരുടെ മരണം ഇതുവരെ സംസ്ഥാനത്ത് മഴക്കെടുതി മൂലം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കൂടുതൽ വീടുകൾ, ഏകദേശം 52ഓളം വീടുകൾ പൂർണ്ണമായും നശിക്കുന്നത് കണക്കുകളടക്കം വ്യക്തമാക്കുന്നു. 500-ലധികം വീടുകൾ ഭാഗികമായി നശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മഴയെ കരുതിയിരിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ക്യാബിനറ്റ് യോഗത്തിൽ കൃത്യമായി തന്നെ മഴക്കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം അടക്കമല്ല, അവർക്കുള്ള സഹായമടക്കം ഉള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി റാന്നിയിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ, കോഴഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ, തിരുവല്ല അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ മഴക്കെടുതി രൂക്ഷമായ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. റാന്നിയിലെത്തിയ മുഖ്യമന്ത്രി കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് പോകും. സഹായമടക്കം ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള ധനസഹായമടക്കം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. തന്നെയായാലും ശക്തമായ ഒരു മഴ തുടരും മറ്റന്നാൾ വരെ ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ മുൻകരുതലുകൾ കൃത്യമായി തന്നെ എടുക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്.